സോ നിങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രീവിയസ് എപ്പിസോഡ്സ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞങ്ങൾ മോസ്റ്റ്ലി റിലേറ്റഡ് ടു ടെക് ലൈക്ക് കോഡ് അതൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓർത്ത് ഇച്ചിരി വെറൈറ്റി ആയിട്ട് പിടിച്ചാലോ. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഗെയിമിങ്ങിനെ കുറിച്ചാണ്. ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ലെങ്കിൽ എൻ്റെ സൈഡിലിരിക്കുന്ന രണ്ട് ആൾക്കാരെ ഗെയിമേഴ്സ് ഒക്കെയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് വൺസ് അഗെയിൻ വെൽക്കം ടു ദിസ് ന്യൂ എപ്പിസോഡ് ഓഫ് Math++. ടുഡേ ഐ ഹാവ് അരവിന്ദ് ആൻഡ് അരുൺ. സോ നിങ്ങളുടെ ആദ്യത്തെ ഗെയിം നിങ്ങളുടെ ആദ്യത്തെ ഗെയിം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? ഞാൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ലൈക്ക് ഇവരിങ്ങനെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അരുണാണ് ഈ ഗെയിം ചിലപ്പം സ്ട്രീം ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം അരുണേ പേഴ്സണലി നീ ഇടയ്ക്കായിട്ട് കുറെ ഗെയിം കളിച്ച് ട്രെയിൻ ചെയ്യുവാണെന്നോ? അങ്ങനെ നോർമലി ഉള്ള നമ്മുടെ ആദ്യമേ നമ്മുടെ നീഡ് ഫോർ സ്പീഡ് അത് എല്ലാരും കളിച്ചിട്ടുണ്ടാവും. മറ്റേ നീഡ് ഫോർ സ്പീഡിന്റെ ഹോട്ട് പർസ്യൂട്ട് എന്ന് പറഞ്ഞ ഗെയിമില്ല, അതല്ല, അതിന് മുമ്പൊരു ഞാൻ ഓർത്ത അതായിരിക്കും. അണ്ടർഗ്രൗണ്ടോ അതോ കാർബൺ ആണോ? അണ്ടർഗ്രൗണ്ടിന് മുമ്പൊരു 1 2 3 1 2 അതാന്ന് തോന്നുന്നു. ബിക്കോസ് അതിന് അത്ര ഗ്രാഫിക്സ് ഒന്നും ഇല്ല. അതാണ് ഞാൻ ആദ്യം കളിച്ചിട്ടുള്ളത്. പിന്നെ ഹോട്ട് പർസ്യൂട്ട് കളിച്ചിട്ടുള്ളത്. ബിക്കോസ് ഹോട്ട് പർസ്യൂട്ട് എനിക്ക് ആദ്യമേ കളിക്കാൻ പറ്റില്ല. ബിക്കോസ് എനിക്ക് വർക്ക് ചെയ്യത്തില്ല. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ ഹോട്ട് പർസ്യൂട്ട് കളിക്കാറ്. അപ്പൊ എങ്ങനെ നീ എന്തോ എവിടുന്ന് ഡൗൺലോഡ് ചെയ്യുമായിരുന്നു അതോ സി ഡി ഇടുമായിരുന്നു? സി ഡി ഇട്ട് ഇൻസ്റ്റാളൊക്കെ സി ഡി മേടിക്കും. ശരിയാ. എന്താ അരുൺ ഏതായിരുന്നു? ഞാൻ മറ്റേ മാരിയോ, പിന്നെ അലാദൻ, മറ്റേ സെഗ ജെനസിസ് എന്ന് പറഞ്ഞ കൺസോൾ ഉണ്ടായിരുന്നു. മറ്റേ ടി വി കുത്തി മറ്റേ ആ കാസറ്റില്ലേ, ആ സാധനം പ്ലഗ് ഇൻ ചെയ്ത് കളിക്കുന്ന അതായിരുന്നു തോന്നുന്നു എന്റെയും. ശരിയാ. ഞാൻ ഗെയിം ആദ്യമേ കൺസോളായിട്ട് യൂസ് ചെയ്തത് കമ്പ്യൂട്ടറിലല്ല, ഈ ടി വി കുത്തി കളിക്കുന്നത്. എന്തോ 101 കാസറ്റ് അതിനകത്ത് കുറച്ച്. അപ്പൊ ഞാൻ ഓർത്ത എല്ലാ 100 വർക്ക് ചെയ്യും, 100 ഗെയിംസ്. പക്ഷെ ആകെപ്പാടെ 5 10 ഗെയിം വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നമ്പർ 101 എല്ലാം ഉണ്ട്, പക്ഷെ എല്ലാം സെയിം ഗെയിം ആയിരിക്കും. ഓ അങ്ങനായിരുന്നു. ബേസിക്കലി നമുക്ക് കാണാം 101 ഗെയിംസ് ഉണ്ട്, പക്ഷെ അതെനിക്ക് അറിയത്തില്ലായിരുന്നു, അത് ഞാൻ നോക്കിയില്ല. ഓക്കെ, അതിനകത്ത് എനിക്ക് തോന്നുന്നു ആദ്യമേ കളറൊക്കെ വ്യത്യാസമുണ്ട്. ഡക്കിനെ ഷൂട്ട് ചെയ്യുന്ന ഡക്കിനെ ഷൂട്ട് ചെയ്യുന്ന ഒരു വ്യത്യാസം 500 കളറും 700 മനസ്സിലായി. ഞാൻ ആദ്യമേ എനിക്കൊന്ന് മാരിയോ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം. പക്ഷെ അന്ന് ഗെയിമിങ് കളിച്ചുകൊണ്ടിരുന്നപ്പം അതൊരു ലൈക്ക് ഇങ്ങനെ നമ്മുടെ മമ്മിയും പപ്പയും ഇങ്ങനെ ലൈക്ക് ഒരു 1 hour മാറ്റി ആ ഒരു ടൈം സ്ലോട്ടിലേ ഇത് കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന സമയത്ത് നമ്മളെല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ ആ സമയത്ത് അത് കുത്തി വരാൻ തന്നെ കുറെ സമയം എടുക്കും. അപ്പോൾ അങ്ങനെ സ്പെഷ്യൽ മാരിയോ നല്ല ഗെയിം ആയിരുന്നു. നമുക്ക് ആക്സസിബിൾ ആയിട്ട് ബ്രൗസറിൽ കളിക്കുന്നുണ്ട്. മിനി ക്ലിപ്പ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? മിനി ക്ലിപ്സ് ഞാൻ ട്രൈ മറ്റേ ഫ്ലാഷ് ഗെയിം മറ്റേ അഡോബിയുടെ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു റോളർ സ്കേറ്റിൽ പോകുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. അതല്ല ലൈക്ക് ഇറ്റ്സ് ഫൺ. അപ്പോൾ എന്തായാലും വെബ്സൈറ്റിനെ, പക്ഷെ അന്ന് ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു എൻ്റെ അകത്ത് ആ ബ്രൗസറിൽ ആ ഫ്ലാഷ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു. ബിക്കോസ് ഈ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് നമ്മളോട് പറയുന്നു ഇത് കാണിച്ച് ലൈക്ക് അപ്പം നമുക്കത് അറിയത്തില്ല. പിന്നെ നമ്മളാണെങ്കിൽ കുത്തിയിരുന്ന് എന്തോ, പിന്നെ ഞാനാണെങ്കിൽ പപ്പേനെ കൊണ്ട് പൈസ എടുപ്പിച്ച് ലൈക്ക് സിസ്റ്റം അപ്ഗ്രേഡ് അല്ല എന്ന് വെച്ചാൽ ലൈക്ക് എല്ലാം ഫോർമാറ്റ് ചെയ്ത് പുതിയ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉള്ള രീതിയിലാണ് പിന്നാണ് നമുക്ക് കളിക്കാൻ പറ്റിയത്. പക്ഷെ സമയം എടുത്തു. അതുകൊണ്ട് ഐ വാസ് നോട്ട് ടു മച്ച് ഇൻ ടു മെനി ക്ലിപ്സ്. പക്ഷേ ഡേവ് അടിപൊളിയാണ്. യെസ്, കളിച്ചിട്ടുണ്ട്. 2D ഗെയിം അല്ല, ഷൂട്ടിംഗ് അല്ല, അത് ഒരു ഒബ്സ്റ്റക്കിൾസിൽ കൂടെ ഇങ്ങനെ മാരിയോ പോലെ ആണ്. പിന്നെ പ്രിൻസ് ഓഫ് പേർഷ്യ അത് അടിപൊളിയാണ്. അതും ഇല്ലേ? ശരിക്കും മറ്റേ ഒരു വൈറ്റിൽ ഉള്ള ഒരാള് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ പെട്ടെന്ന് അവന് ബോധം വന്നു. കോൺട്ര കളിച്ചിട്ടുണ്ട്. കോൺട്ര ഭയങ്കര
സൂപ്പറായിരുന്നു. ലൈക്ക് അത് ഷൂട്ടിങ്, അത് ഫൈറ്റിംഗ് ഒരു ഷൂട്ടിംഗ് ഗെയിം. അതല്ലാതെ മറ്റു വേറൊരെണ്ണം കൂടെ ഉണ്ട്, റോഡ് റാഷ്. അതായിരുന്നു, അതേ എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യത്തുള്ളായിരുന്നു ആക്ച്വലി, റോഡ് റാഷ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈയിടയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം റീലിനകത്ത് അവർ ബ്രിങ്ങിങ് ബാക്ക് റോഡ് റാഷ് ആൻഡ് മേക്കിംഗ് റോഡ് റാഷ് വർക്ക് ഇൻ Windows 10 and 11. അപ്പോൾ ഒരുത്തൻ ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ ഓർത്ത, അയ്യോ നല്ല നൊസ്റ്റാൾജിയ. ലൈക്ക് എ റിയലി ഗുഡ് ഗെയിം ആയിരുന്നു. ലൈക്ക് ഇടിച്ച് തൊഴിച്ചിടുക. ആ ഗെയിം തുടങ്ങുമ്പോൾ ആദ്യമേ മറ്റേ ഒരു ഗ്രാഫിക് കാണിക്കുന്നത്, നല്ല ഗ്രാഫിക്, ഫേസ് ഉള്ള ഓരോ ക്യാരക്ടേഴ്സ്. അന്ന് ആ ഫേസ് ഗ്രാഫിക്സ് വൈസ് ഭയങ്കര ഗ്രാഫിക് എന്ന് വെച്ചാൽ ആ ഫസ്റ്റ് പിക്ചറൊക്കെ അടിപൊളി പിക്ചേഴ്സ് ആയിരുന്നു. ലൈക്ക് ദാറ്റ് ഈസ് ഗുഡ്. പക്ഷെ അന്ന് ഞാൻ ഓർക്കുമായിരുന്നു ഇതെങ്ങനെയാണ് ഇവർ ഉണ്ടാക്കുന്നതെന്ന്. ലൈക്ക് അങ്ങനെ ഞാൻ ഓർത്തായിരുന്നു. ലൈക്ക് ബിക്കോസ് ലൈക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടാക്കുന്നത്. അല്ല അന്ന് എഞ്ചിനീയറിൻ്റെ അല്ല, ഇതൊക്കെ ഉണ്ടാക്കി നല്ല അൺലിമിറ്റഡ് ആയിട്ട് നമ്മുടെ ആ ബുദ്ധിയിൽ ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാം, പിന്നെ വേറെ പണിയൊന്നും എടുക്കണ്ടായല്ലോ എന്നോർത്തു. ബട്ട് പിന്നെ എനിക്ക് ഇപ്പം നമ്മൾ നോക്കുമ്പം ആക്ച്വലി അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട്, ലൈക്ക് ഗെയിം ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക, ലൈക്ക് ഗെയിം കളിച്ചോണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞില്ല ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു. എളുപ്പമല്ല, ഫണ്ണല്ല. ഇപ്പൊ നമ്മള് ലൈക്ക് നൗ വെൻ യു ടേൺ ബാക്ക് അത് അത്രയും അത് ചൂസ് ചെയ്യാഞ്ഞോണ്ട് ഭാഗ്യം. ലൈക്ക് ബിക്കോസ് ഇറ്റ് ഡസന്റ് മേക്ക് നമ്മുടെ നോർമൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് തന്നെ ഭയങ്കര ഞാനൊരു ഇന്റർവ്യൂലോ എന്തോ കണ്ടായിരുന്നു, ലൈക്ക് ഗെയിം ടെസ്റ്റേഴ്സ് ഫസ്റ്റ് ലെവല് വിതൗട്ട് ചീറ്റ് കോഡ്സ് അവർ ഒരു ഗോ ത്രൂ ചെയ്യും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചീറ്റ് കോഡ്സ് ടെസ്റ്റ് ചെയ്യും. സോ ആൻഡ് ഇറ്റ്സ് ലൈക്ക് ചിലർക്കത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അത് നമ്മൾ ഏതോ ഒരു വീഡിയോ കണ്ടില്ലേ, മറ്റേ Ubisoftനകത്ത് വർക്ക് ചെയ്യുന്നവരുടെ എല്ലാ കണ്ണുകളൊക്കെ കുഴിഞ്ഞിരിക്കുക. ഞാൻ ലൈക്ക് ആ യൂട്യൂബിനകത്തുണ്ടായിരുന്നു ഡോക്യുമെന്ററി സംതിങ്. അതിനകത്ത് ടോക്സിക് കൾച്ചർ. അത് ലൈക്ക് പിന്നെ നിങ്ങൾ GTA റോക്ക് സ്റ്റാർ ഗെയിംസ് അതൊക്കെ എപ്പോഴാണ് വന്നത്? എനിക്ക് തോന്നുന്നു PS1 ഒരു ടോപ്പ് ഡൗൺ വേർഷൻ ഉണ്ടായിരുന്നു GTA-യുടെ. അത് കളിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, PS1 എനിക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ PlayStation, എനിക്ക് തോന്നുന്നു PlayStation എന്ന സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് 10th 12th പഠിക്കുമ്പോഴാണ്. സെയിം ഇയർ ഞാൻ അതിനെ തൊട്ടിട്ട് പോലും ഇല്ല. 1, 2, 3 ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഇല്ല, 1, 2, 3 ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. നേരെ പിന്നെ PS4 ബിക്കോസ് വൺ ഓഫ് മൈ ഫ്രണ്ട് ഹാഡ് അങ്ങനെ കളിച്ചിട്ടുണ്ട്. അതെ, എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ PlayStation ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് മറ്റേ ടെക്കൻ ടെക്കൻ പറഞ്ഞപ്പോഴേ മറ്റേ എനിക്ക് മറ്റേ ഗെയിം ബോയ് അഡ്വാൻസ് XP അത് ഞാൻ മേടിച്ചത്. അത് ഞാൻ മേടിച്ചല്ല, വേറൊരാൾ മേടിച്ചതാണ്. അപ്പം അത് കാട്രിഡ്ജ് ഗെയിംസ് ആയിരുന്നു. സോ ടെക്കൻ, അപ്പൊ അതിനകത്ത് ടെക്കൻ കളിക്കുമായിരുന്നു. ടെക്കൻ ആൻഡ് സ്പൈഡർമാൻ ആൻഡ് പോക്കിമോൺ ഈ 3 ഗെയിംസും അതിനകത്ത് നിന്റെൻഡോ. അത് ഭയങ്കര 2D ഗെയിംസ് അല്ലേ ടെക്കൻ? 2D ലൈക്ക് ഫൈറ്റിംഗ് ഗെയിമാ. ബട്ട് പക്ഷെ എനിക്ക് തോന്നുന്നു മോർട്ടൽ കോംബാറ്റ് ഫൈറ്റിംഗ് ഗെയിംസ് അവൻ പണ്ടേ ഒരു ഫൈറ്റർ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പിന്നെയാണ് നമ്മൾ മറ്റേ ഓപ്പൺ വേൾഡ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഓർക്കും മറ്റേ ഇപ്പം നീറ്റ് ഫോർ സ്പീഡ് ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഓക്കെ നമ്മൾ എന്തിനാ ഈ റോഡിൽ കൂടെ മാത്രം അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, സ്പെസിഫിക് ട്രാക്കിലൂടെ പോകാൻ പറ്റത്തുള്ളൂ. അല്ല അതെന്തുവാ ഓപ്പൺ വേൾഡോ? ഓക്കെ ബേസിക്കലി യു ക്യാൻ ഗോ ടു ഓൾ ദ സൈഡ്സ് ഓഫ്. അതിന് ഓപ്പൺ വേൾഡ് എന്ന് പറയും. ഓക്കെ, അതെനിക്കറിയത്തില്ലായിരുന്നു. അപ്പം അതാണ് നമുക്ക് ആദ്യമേ ഈ GTA ഗെയിംസ് കാണുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. എനിക്ക് പക്ഷെ GTA കളിച്ചപ്പം ഫസ്റ്റ് ടൈം GTA Vice City തന്നെ അതൊരു സന്തോഷമായിരുന്നു. ലൈക്ക് എൻ്റെ കമ്പ്യൂട്ടറിൽ അത് വർക്ക് ചെയ്തല്ലോ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. പക്ഷെ മോർ ദാൻ ദാറ്റ് GTA Vice City കളിച്ചപ്പോൾ നമുക്ക് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി അതിനകത്തൊരു അച്ചീവ്മെന്റ്സ് ഉണ്ട്. ലൈക്ക് ആസ് ഇൻ ലൈക്ക് ഓരോ മിഷൻസ് വെച്ച് ചെയ്യണം. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഗെയിം വിച്ച് ഹാഡ് എ സ്റ്റോറി ലൈൻ. ലൈക്ക് ഒരു മിഷൻ അക്കംപ്ലിഷ് ചെയ്യണം ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഫാസിനേറ്റിംഗ്. പിന്നെ ഓരോ സ്കൂളിൽ പോകുമ്പം ഓരോ ആൾക്കാർ ദിസ് ചീറ്റ് കോഡ് വിൽ ഗിവ് യു ദിസ്.
ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡിനകത്തും ഒരു സ്റ്റോറി ഇല്ലായിരുന്നോ? സ്റ്റോറി മോസ്റ്റ് ശരിയാ മോസ്റ്റ് വാണ്ടഡ് കണ്ടിട്ടുണ്ട്. അതാ പെണ്ണ് ആദ്യമേ വന്നിട്ട് അതല്ലേ അത് നല്ല അന്നപ്പോ നമ്മൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു സാധനം അറിയത്തില്ല. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടർ ഇരിക്കുന്ന ഫ്രണ്ട് റൂമില് ബേസിക്കലി ഈ സാധനം നമ്മൾ കളിക്കുമ്പോൾ ദേണ്ട കൊടുക്കണം പെണ്ണ്. അപ്പൊ നമ്മൾ അയ്യോ അപ്പൊ നമ്മളെ മോണിറ്റർ പോയി കുത്തും. ഓക്കെ ബട്ട് അത് നല്ലതായിരുന്നു. That was good. ഭയങ്കര വൈസിറ്റി മാത്രമേ ഉള്ളൂ ഞാൻ ഫുള്ളി കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗെയിമേ കളിച്ചിട്ടില്ല മോസ്റ്റ്ലി. വൈസിറ്റി മാത്രം കംപ്ലീറ്റ് ചെയ്തു, ബട്ട് വിത്ത് ചീറ്റ് കോഡ്സ്. ലൈക്ക് കുറേ ടൈം എടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ പക്ഷെ സൈഡ് മിഷൻസ് ഒന്നും കളിച്ചിട്ടില്ല. നോട്ട് മോസ്റ്റ് ഓഫ് ദ സൈഡ് മിഷൻസ്. ലൈക്ക് അതിനകത്താണോ ഒരു മറ്റേ നമ്മളെ ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യുന്നൊരു മെഷീനുള്ള അത് പക്ഷെ സൈഡ് മെഷീൻ അല്ലേ? അല്ല മെയിൻ മിഷൻ. അത് കംപ്ലീറ്റ് ചെയ്താലേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരി. കറക്റ്റ്. നീ ഒരു ഗെയിമർ അത് ക്ലിയർ ചെയ്തു. ഇല്ല എടാ ഗെയിമർ. അത് മറ്റേ വൈസിറ്റി എന്താ നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുമ്പം ആൾക്കാർ ഓരോ കാര്യത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ലൈക്ക് എല്ലാവരും. അപ്പം ഇവര് അതിനകത്ത് കളിക്കുന്ന ആൾക്കാർ തന്നെ നമ്മുടെ വീട്ടിൽ വരും. അപ്പം ചിലപ്പം അവരും നമ്മുടെ കൂടെ ഇരുന്ന് ആ മിഷൻ അങ്ങ് തീർക്കും. അതപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് വൈസിറ്റി കളിച്ചു. പക്ഷെ സാൻ ആൻഡ്രിയസ് പിന്നെ വന്നപ്പം ഫുൾ ഒട്ടും പറ്റിയില്ല. പിന്നെ കുറെ ഗെയിംസ് വന്നു. സാൻ ആൻഡ്രിയസ്, ലിബർട്ടി, GTA സീരീസ്. GTA സീരീസ് 6 എന്നാ ഇറങ്ങുന്നത്? പക്ഷെ എനിക്ക് വേറൊരു സാധനം ഉണ്ട്. ലൈക്ക് GTA 5 ലൈക്ക് ഈ GTA സീരീസ് വെച്ച് നോക്കുമ്പോൾ എവറിത്തിങ് ലൈക്ക് അവരുടെ ഗ്രാഫിക്സ് ഭയങ്കരമായിട്ടും ഒത്തിരി അത് എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. GTA 6 ഒരു മോണ്യുമെന്റൽ അച്ചീവ്മെന്റ് പോലെയാണല്ലോ ആൾക്കാർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അത്ര വലിയ ഗെയിമർ നിന്നെ പോലെ അല്ലായോണ്ട് അതുകൊണ്ട് എനിക്കറിയത്തില്ല. നീ എങ്ങനെ ഇതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുമോ? ഇപ്പം ഗെയിം കളിക്കാറില്ല, സമയമില്ല ഇപ്പൊ അത് ചെയ്യാൻ. എനിക്ക് എവിടെ പോയി സമയം നീ എന്താ ചെയ്യാ? ഓക്കെ. അപ്പൊ ഇപ്പൊ ബേസിക്കലി നേരത്തെ പറഞ്ഞില്ലേ സ്ട്രീം കാണും, യൂട്യൂബ് വീഡിയോസ് കാണും. അങ്ങനെയാണ് ഗെയിംസ് ഫോളോ. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് വല്ലവരും കളിക്കുന്ന ആ ഗെയിം നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്. ലൈക്ക് എനിക്ക് ബേസിക്കലി എനിക്കത് എക്സൈറ്റിംഗ് ആയിട്ട് ചിലപ്പോൾ തോന്നാറേ ഇല്ല. അല്ലെ നമ്മളിപ്പോ സ്പോർട്സ് എന്തിനാ കാണുന്നത്? സെയിം കോൺസെപ്റ്റ് ആയിരിക്കില്ല ഇവിടെ. എനിക്കത് ഈ ഇടയ്ക്ക് ക്ലിക്ക് പോയി. എനിക്കൊരു റീസൺ കിട്ടിയത് ഈ ഇടയ്ക്ക്. ഇപ്പൊ നമ്മളൊരു ഗെയിം കളിക്കുക. അപ്പം ചില ഗെയിമിന് അത് കളിക്കുമ്പോൾ ഒരു സ്ട്രാറ്റജി വേണം. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് ആ സ്ട്രാറ്റജീസോ അതിനകത്തെ എന്തെങ്കിലും ലൈക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലായിരിക്കും. അപ്പം നമ്മൾ ഈ ടോപ്പ് റേറ്റഡ് പ്ലേയേഴ്സിന്റെ ഗെയിം പ്ലേ കാണും. അപ്പം നമുക്ക് മനസ്സിലാവും അവരെങ്ങനെയാ ചിന്തിക്കുന്നത്, അവരെന്തുവാ പോയിന്റ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പം അത് പഠിക്കാൻ വേണ്ടി കാണുന്നവര് കാണും. അതാണ് എനിക്ക് ക്ലിക്ക് ആയ ഒരു സാധനം. അത് ഡെഫിനറ്റ്ലി ഉണ്ട്. ഞാൻ ആക്ച്വലി ഒരു എന്റർടൈൻമെന്റ് രീതിയിലാണ്. എന്റർടൈൻമെന്റോ? അപ്പൊ എന്തോ അതിനകത്ത് എന്റർടൈൻമെന്റ് പെർസ്പെക്റ്റീവ് എന്തോ ലൈക്ക് ഒരു ഇവൻ പറഞ്ഞൊരു ടോപ്പ് റേറ്റഡ് ഗെയിം പ്ലെയർ അത് കളിക്കുന്ന കാണാൻ നല്ല രസമാണ്. അവരുടെ കമന്ററിയും അവര് കളിക്കാൻ ഫുട്ബോൾ എന്തിനാ കാണുന്നത്, അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്തിനാ കാണുന്നത്? നമുക്ക് വേണേ പോയി കളിക്കാമല്ലോ ഇതൊക്കെ. പക്ഷെ എന്നിട്ടും ആൾക്കാർ കാണുമല്ലോ. ഏകദേശം ആ ഒരു വൈബ് തന്നെ ഇവിടെയും. ബിക്കോസ് ഞാൻ സ്ട്രീം കണ്ടിട്ട് പിന്നെ ലൈക്ക് എനിക്ക് ഒരു 5 minutes കഴിയുമ്പോൾ പിന്നെ അത് ഫോക്കസ് ചെയ്യാം. ബേസിക്കലി മേ ബി ബിക്കോസ് ഐ എം നോട്ട് പ്ലേയിങ് ഗെയിംസ്, അതുകൊണ്ടായിരിക്കും. അതാണ് അപ്പോൾ അതിനകത്ത്. പക്ഷെ എടാ ഇവൻ ആണെങ്കിൽ പ്യൂഡിഫൈ ഒക്കെ ഇരുന്ന് സ്ട്രീം ചെയ്ത് കാണുന്നുണ്ട്. പക്ഷെ പ്യൂഡിഫൈ കളിക്കുന്ന ഗെയിംസ് ഭയങ്കര കൊച്ചു പിള്ളേരുടെ അങ്ങനെ പണ്ട് ലിറ്ററലി ഇവൻ മറ്റേ നമ്മുടെ കണ്ടിട്ടില്ല. അതിനകത്ത് പക്ഷെ നോർമൽ ഗെയിംസ്. അപ്പൊ അപ്പോഴാണ് എനിക്ക് എന്റെ ഇവനെന്താ ഈ ഗെയിം ഇതിനകത്ത് എന്താ ഇരിക്കുന്നത്. ഇപ്പം മനസ്സിലായി. ഇപ്പോഴത്തെ കണ്ടന്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ടെക് കണ്ടന്റ് പ്യൂഡിഫൈ ഇല്ല. ഇപ്പൊ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ഫോളോ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു കേരളയിൽ കുറെ ഗെയിമേഴ്സും അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി. കാരണം ഞാൻ കുറെ ഇൻസ്റ്റഗ്രാമില്
കുറെ കമ്മ്യൂണിറ്റി കണ്ടിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദ ഗെയിംസ് ലൈക്ക് അവരിങ്ങനെ സ്ട്രീം ചെയ്ത് കളിക്കുന്നത്. പക്ഷെ മൊബൈലാന്ന് തോന്നുന്നു ഇവിടെ കൂടുതലും അതാ ഞാനും വായിച്ചത്, മൊബൈൽ ഗെയിംസും അങ്ങനെ. ഞാൻ എന്തോ ചെറുപ്പം കോൾ ഓഫ് ഡ്യൂട്ടി വന്നപ്പം മൊബൈലിൽ കളിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ മൊബൈലിനകത്ത് ആകെപ്പാടെ കളിച്ചിട്ടുള്ള പബ്ജി മാത്രമേ ഉള്ളൂ. പബ്ജി കളിച്ചിട്ട് അത് ഹോസ്റ്റലില്. പിന്നെ മറ്റേ ഇതും ഇത് മിനിമിൽഷ്യ അത് മിനിമിൽഷ്യ പിന്നെ അറിയത്തില്ല. ഹോസ്റ്റലിൽ വിട്ടപ്പം ഗെയിമും വിട്ടു. അങ്ങനെയായിരുന്നു ആ കണ്ടു. ലൈക്ക് പിന്നെ ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് എന്ന് പറഞ്ഞ ഗെയിം അത് കഴിച്ചു. ഞാനത് കളിച്ചു ബിക്കോസ് ആ ഗെയിം എന്റെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്തോളൂ. ഓക്കെ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് നമ്മുടെ ഒരു ക്ലാഷ് ഓഫ് ക്ലാൻസ് സെയിം കോൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നമ്മുടെ ഒരു വില്ലേജ് പോലെ എംപയർ പോലെ ഉണ്ടാക്കാം. നമ്മളത് അറ്റാക്ക് ചെയ്യുന്ന സ്ട്രാറ്റജിക് ഗെയിം സ്ട്രാറ്റജി ഒന്നും ഉണ്ടായത് എനിക്കറിയത്തില്ല. അല്ല, അത് എനിക്ക് തോന്നുന്നു സ്ട്രാറ്റജി യൂസ് ചെയ്യണം. അവിടെ KP അത് പണ്ടും അങ്ങനെയായിരുന്നു. അത് അങ്ങനെ ആയിരിക്കും എന്റെ. മനസ്സിലായി. നീ അൺനോയിങ്ലി നീ വളരെ മുമ്പിലോട്ടായിരുന്നു. നിങ്ങൾ മറ്റേ ഫേസ്ബുക്ക് മറ്റേ ഫാമിലും മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ടോ? അത് സ്ട്രാറ്റജി. ഞാൻ കളിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു പോപ്പുലർ ഗെയിം. അത് വായിച്ചായിരുന്നു ഞാൻ ഈ ഇവര് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എനിക്ക് സംസാരിക്കണമല്ലോ, എന്തെങ്കിലുമൊക്കെ അറിയണമല്ലോ. അപ്പം ഞാനൊന്ന് ഇച്ചിരി വായിച്ചായിരുന്നു. അപ്പം മൈൻക്രാഫ്റ്റിനെ കുറിച്ച് വായിച്ചപ്പോൾ ബേസിക്കലി ഐ ഓൾസോ സോ ബിക്കോസ് ഞാൻ അന്ന് കളിച്ച ഗെയിംസും ഇപ്പം ഞാൻ ഗെയിം കളിക്കാറില്ലാത്തതുകൊണ്ടും ഐ ജസ്റ്റ് നീ പക്ഷേ നീ മറ്റേ PS5 ഒക്കെ മേടിച്ചിട്ട് അപ്പൊ ആരാ ഇപ്പൊ PS5 കളിക്കുന്നത്? എനിക്ക് വയ്യ. കുടുംബമേ ഗെയിമേഴ്സ് ആണെന്ന് തോന്നുന്നു. അതാണ്. എന്നിട്ട് ഏത് ഗെയിം അതിനകത്ത് കളിക്കുന്നത്? ഓക്കെ, വാട്ട് ഈ PS5 ഏത് ഗെയിം അത്? ഞാൻ EA ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. EA സ്പോർട്സിന്റെ ഒരു ക്രിക്കറ്റിന്റെ ഗെയിമാണ്. ഓക്കെ, നിങ്ങൾ ഈ കൺസോൾ യൂസ് ചെയ്തിട്ടും കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും ലൈക്ക് വാട്ട് ഈസ് ദ എന്താണ് ഡിഫറൻസ് ലൈക്ക് പ്ലേയിങ് പെർസ്പെക്റ്റീവിൽ? ഇൻ ടേംസ് ഓഫ് കൺസോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ഈസിയാണ്, ലൈക്ക് സെറ്റപ്പും കാര്യങ്ങളും. ഓക്കെ, നമ്മൾ ഗ്രാഫിക്സിന്റെ ആ കാര്യങ്ങളൊന്നും വെറി ചെയ്യണ്ട. PC നമ്മൾ ഓരോ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇത് മിനിമം റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ, ആ ഒരു ഈസ് ഓഫ് യൂസ് കൺസോളിനുണ്ടെന്നാണ്. ഓക്കെ, അപ്പം എനിക്ക് കൺസോളും PCയും പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഏത് പ്രിഫർ ചെയ്യും? കൺസോൾ ഡിപ്പെൻസ് ആണോ? അതോ ഡിപ്പെൻസ് ആയിരിക്കും. ഇപ്പൊ ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ബെസ്റ്റ്. ക്യാരി അറൗണ്ട് ചെയ്യാമല്ലോ. ഇപ്പൊ PS5 പിന്നെ നാട്ടില കളിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് ലിമിറ്റേഷൻസ്. പക്ഷേ ഈ കൺസോൾസ് ഫ്യൂച്ചർ പ്രൂഫ് ആണ്. ഇപ്പൊ ഞാനിപ്പോ PS5 മേടിച്ചു, എനിക്കതൊരു 6-7 years യൂസ് ചെയ്യാൻ പറ്റും. ഒരു ടിപ്പിക്കൽ ലൈഫ് സൈക്കിൾ 10 years സപ്പോർട്ട് ഉണ്ടാവും. അതെ, അല്ല ഇപ്പൊ ഒരു പുതിയ ഗെയിം ഇറങ്ങിയാലും PS4 അത് വരുന്നുണ്ട്. ഇപ്പൊ ഉടനെ അത് നിർത്തും. ഓക്കെ മറ്റേ ഞാൻ ഇത് കണ്ടായിരുന്നു ലൈക്ക് ഇപ്പം ആൾക്കാർ മോസ്റ്റ്ലി സ്ട്രീമിങ്ങിലോട്ടായി. ആസ് ഇൻ ലൈക്ക് സ്ട്രീം ഗെയിംസ് ഓൺലൈനിൽ. സോ അത് നീ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബട്ട് അത് ഗൂഗിളിന്റെ എന്തോ ഒരു സാധനം ഗൂഗിളും ഉണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റിന്റെ ഉണ്ട് എന്തോ ഒരു സാധനം. അതാ സ്റ്റേഡിയ അന്ന് ഇറങ്ങിയത്. അന്ന് പക്ഷെ അത്രയും ബാൻഡ്വിഡ്ത്ത് ഇല്ലാത്തതുകൊണ്ട് പക്ഷെ വേ അഹെഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ്സ് റിയലി ഗുഡ്. എന്ന് വെച്ചാൽ കാണാം എൻവിഡിയയുടെയും ഒരു ഓൺലൈൻ സാധനം വന്നിട്ടുണ്ട്. പക്ഷെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ ലോ ഡിവൈസസിലും നിനക്ക് ഗെയിം ചെയ്യാം. ലൈക്ക് ദാറ്റ് ഈസ് ദി അഡ്വാൻറ്റേജ്. അത് ഗുഡ് ആണ്. പക്ഷെ നിന്റെ ഇന്റർനെറ്റ് സ്പീഡും ഡിപ്പെൻസ് ഓൺ ദാറ്റ് ആസ് വെൽ. നിങ്ങളപ്പോൾ നീ അപ്പം ഗെയിംസ് ഒക്കെ എവിടുന്നാ പർച്ചേസ് ചെയ്യുന്നത്? ഇപ്പൊ PS5 ആണെങ്കിൽ അവിടെ സ്വന്തം സ്റ്റോർ ഉണ്ട്, അവിടെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാം. ഇപ്പൊ കമ്പ്യൂട്ടർ ആണെങ്കിൽ നമുക്ക് പൈററ്റ് ചെയ്യാലോ അവിടെ. അതാ കൊള്ളാം, പോയി ചെക്ക് ചെയ്യണം. മനസ്സിലായി. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് മറ്റേ ആ ബാൻ എന്തോ മറ്റേ RMG റിയൽ മണി ഗെയിം മണി ഗെയിമിന് ലൈക്ക് ഇന്ത്യ ലൈക്ക് ഫുൾ സ്റ്റോപ്പ് ചെയ്തല്ലോ മറ്റേ. അപ്പൊ അങ്ങനെ കുറെ
നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇൻട്രസ്റ്റ് ഇല്ല. അത് എനിക്കൊന്നും ഡ്രീം 11 ട്രൈ ചെയ്തിട്ടില്ല. നീ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ തൊട്ടപ്പുറത്തെ നെയ്ബർ അന്ന് പുള്ളി ക്രിക്കറ്റ് മാച്ചിന്റെ ഇതിന് ബെറ്റ് ചെയ്യും. സോ ഇറ്റ്സ് ബേസിക്കലി കുറെ പേരും കൂടെ ലാസ്റ്റില് ബെറ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. ഇറ്റ്സ് പ്രിറ്റി ഗുഡ് എന്ന് വെച്ചാൽ ഫൈനൽ അമൗണ്ട് നീ വിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് അപ്പ് ചെയ്യും. ഇറ്റ് വിൽ നോട്ട് ബി ദാറ്റ് ഗ്രേറ്റ് ഓഫ് എമൗണ്ട്. ഒരു മാച്ച് നമ്മൾ ബെറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 10,000-15,000 ആൾക്കാർ ബെറ്റ് ചെയ്യത്തില്ലേ? കുറെ പേരുണ്ട് ഒരു ഗ്രൂപ്പ്. ബെറ്റിംഗ് ലീഗലാ യുഎസിലൊക്കെ. യുഎസിൽ ലീഗലി നമുക്ക് ബെറ്റ് ചെയ്യാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ NBA ഗെയിംസിനൊക്കെ നമുക്ക് ലീഗലി ബെറ്റ് ചെയ്യാം. ആ ബെറ്റിങ്ങിനകത്തൊന്ന് ലൈക്ക് എനിക്കൊന്ന് അവിടെ ഇത് ലൈക്ക് ലീഗല കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിൽ അത് ഇല്ലീഗലാന്ന് തോന്നുന്നു. അല്ല ഇല്ല, ഇന്ത്യയിൽ ഇപ്പൊ അവർ ബാൻ ചെയ്തു. അതേ പറഞ്ഞു. ഡ്രീം 11 ലൈക്ക് പ്യൂർലി ബെറ്റിംഗ് ആണോ? ഗെയിം ഫുൾ ബെറ്റിംഗ് ആണ്. യെസ്. ഞാൻ ആദ്യമേ ഡ്രീം 11 ഗെയിമിംഗ് കമ്പനിയാണ് ഓർത്തത്. അങ്ങനെ പ്രൊമോട്ട് ചെയ്തത് മോസ്റ്റ്ലി. പക്ഷെ നമുക്ക് പിന്നെ പൈസ ഇട്ട് നമുക്ക് ഇത് ചെയ്യാം. അതാണ് അവരുടെ കുറെ അങ്ങനത്തെ കുറെ കമ്പനികൾ ഈ ഇടയ്ക്ക് കുറെ ലേ ഓഫ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് എനിക്കൊന്ന് മൊബൈൽ IPL എന്തോ ഒരു ഗെയിം അങ്ങനെ ഒരു കമ്പനി, കറക്റ്റായിട്ട് കമ്പനിയുടെ പേര് ഓർമ്മയില്ല. പക്ഷെ അവരും 50-60% ലേ ഓഫ്സ് ആയിരുന്നു ബിക്കോസ് ഓഫ് ദിസ് റൂൾ. അത് പക്ഷെ ഇവർ ഒത്തിരി പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ദിസ് വാസ് റിയലി. അപ്പം അതിനകത്ത് വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ഫോൺ പേ, ഗൂഗിൾ പേ ഇങ്ങനത്തെ ഉള്ള UPI ട്രാൻസാക്ഷന് ഭയങ്കര ഡ്രോപ്സ് വന്നു ബിക്കോസ് ദിസ് ഈ കമ്പനികൾ ബാൻ ചെയ്തോണ്ട്. ഞാൻ എപ്പോഴും മറ്റേ ഈ ഓട്ടോറിക്ഷയിലൊക്കെ പോകുമ്പോൾ ഇവര് മോസ്റ്റ്ലി ഇങ്ങനത്തെ ആപ്സ് യൂസ് ചെയ്യുന്നത്, ബെറ്റിംഗ് ആപ്സ്. കുറേ പേര്. നീ ഓട്ടോയിൽ പോയിട്ടുണ്ട്? ഞാൻ നമ്മൾ സാധാരണ പോകുമ്പോൾ അവർ മറ്റേ ഇപ്പൊ ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിൽ അവർ മറ്റേ ഫോണിൽ സംസാരിക്കുന്ന മാത്രമേ. അല്ലല്ല, ഇവരുടെ ആ ഒരു സ്ക്രീനിൽ ഇവര് ഫുൾ ടൈം ഇത് വെച്ചോണ്ടിരിക്കും. പല ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഏൺ ചെയ്യാം, പക്ഷെ പ്രോബബിലിറ്റി ഭയങ്കര. ഇറ്റ്സ് മോർ ലൈക്ക് എ പ്രോബബിലിറ്റി ഗെയിം. ബെറ്റിംഗ് ബേസിക്കലി ഗാംബ്ലിംഗ് ഡിഫൈൻ ചെയ്യുന്നത്. കറക്റ്റ്. മറ്റേ നിങ്ങൾ PC ബിൽഡ് ചെയ്തിട്ടുണ്ടോ ഗെയിംസിന് വേണ്ടി? PC ബിൽഡ് ചെയ്തിട്ടുണ്ടോ? പക്ഷേ ഗെയിം കളിക്കാറില്ലെന്നേ ഉള്ളൂ. ഇവനല്ലേ കുറെ സാധനങ്ങളൊക്കെ മേടിച്ചത്? ശരിയാണല്ലോ. ഞാൻ എനിക്ക് ഒരു സമയത്ത് മറ്റേ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ മറ്റേ അതിനെന്താ പറയുന്നത്, നമ്മൾ ഈ അല്ല ആ ഒരു ജോൺട്രിക്ക് എന്താ പറയുന്നത്, നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ബാറ്റിൽ റോയൽ. അപ്പൊ അതിങ്ങനെ ടീമായിട്ട് കളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യണം എന്ന് വെച്ചിട്ട് ഒരു PC ബിൽഡ് ചെയ്തായിരുന്നു കളിക്കാൻ വേണ്ടി. ഞാൻ പക്ഷേ 2 മാസമേ കളിച്ചുള്ളൂ, പിന്നെ കളിച്ചില്ല. അപ്പൊ അതിനൊരു PC. അപ്പൊ എന്തായിരുന്നു സ്പെക്ക്? എനിക്കൊന്ന് AMD Ryzen 5, പിന്നെ റേഡിയോന്റെ ഏതൊരു ഗ്രാഫിക്സ് കാർഡ്, പിന്നെ അത്യാവശ്യം റാം, SSD. നിന്നിലാണ് ഞാൻ അത് പ്രതീക്ഷിച്ചത്. നീ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്ത് മറ്റേ അസംബിൾ ചെയ്യാൻ. പിന്നെ നമ്മള് ആലോചിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കമ്പാറ്റബിൾ ആണോ എല്ലാ പാർട്സും. ഇപ്പം മദർ ബോർഡ് മേടിക്കുമ്പോൾ നോക്കണം നമ്മള്. പക്ഷെ ഇതൊക്കെ ഈസിയാ. ഇപ്പൊ എനിക്കത് ആമസോണിനകത്ത് നമ്മളിപ്പം പാർട്സ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത്. കമ്പാറ്റബിൾ ആയിട്ടുള്ള പാർട്സ് അവര് റെക്കമെൻഡോ കോൺഫിഗർ അങ്ങനെ എന്തോ ചെയ്യും. അത് കുറച്ചുകൂടെ സിമ്പിളാ. പിന്നെ ജസ്റ്റ് അസംബിൾ ചെയ്യണമെന്നേ ഉള്ളൂ. ഞാനാണെങ്കിൽ US കണ്ട ഒരു കസ്റ്റം എന്തോന്ന് വെച്ചാൽ, അവരുടെ എല്ലാ വീട്ടിലും കുറേയൊക്കെ ടെക് ആൾക്കാരുടെ വീട്ടിലും അവർ കസ്റ്റമായിട്ട് PC എല്ലാ വർഷവും ബിൽഡ് ചെയ്തു. എന്ന് വെച്ചാൽ ഒരു ഒരെണ്ണം എന്ന് വെച്ചാൽ അവർ പിന്നെ ആ കോമ്പോണൻസ് മാറ്റിക്കൊണ്ടിരിക്കും. അത് അവരുടെ ഒരു ക്രേസാണ്. ലൈക്ക് ഞാൻ ഓർത്തെ കൊള്ളാമല്ലോ. ലൈക്ക് അങ്ങനെ ലൈക്ക് അപ്പോൾ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ പോയപ്പോഴും അവനും ഉണ്ട്. ലൈക്ക് സോ every year they like upgrade the system. അത് സിസ്റ്റം മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ ക്രേസ് ഫോർ ദം. ഫുൾ സിസ്റ്റം ചീപ്പറാണ്. പിന്നെ ബിൽഡ് എന്ന് പറഞ്ഞ അവരുടെ കോൺസെപ്റ്റ് തന്നെ അവർക്കൊരു ക്രേസി സ്റ്റഫ്. ലൈക്ക് ദാറ്റ്സ് ലൈക്ക് ഐ ബിൽഡ് മൈ മെഷീൻ. അങ്ങനെ അവർ ഭയങ്കര പ്രൗഡായിട്ട് ലൈക്ക് ഐ ബിൽഡ് ദിസ് മെഷീൻ അങ്ങനെ പറയുന്നത്. ലൈക്ക് സോ ഇനി ഗ്രാഫിക്സ് കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തോളാം NVIDIA ആയിട്ട്. നീ ഗെയിം കളിക്കുന്നില്ലല്ലോ. ഏത് ഗെയിം? അത് 2 മാസം കഴിഞ്ഞിട്ട്. ഗ്രാഫിക്സ് കാർഡ് പ്രോഗ്രാമിംഗ്
ക്യൂഡ അല്ല, പിന്നെ ജനറലി ഓക്കെ. ഒന്ന് ജസ്റ്റ് എന്തുവാ ഒന്ന് ട്രൈ ചെയ്യാം. അല്ല അപ്പൊ ഇപ്പോഴത്തെ ഗ്രാഫിക്സ് കാർഡ് അത് വർക്ക് ചെയ്യില്ലേ? ഇല്ല, അത് പഴയ ഇപ്പം ഒരു മോജോ എന്ന് പറയുന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് പുതിയതായിട്ട് വന്നത്. അത് ഗ്രാഫിക്സ് കാർഡ് പ്രോഗ്രാമിങ്ങിനുള്ള ഒരു ലാംഗ്വേജാണ്. അത് പിന്നെ പ്ലാറ്റ്ഫോം അഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ ഇപ്പൊ ക്യൂഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NVIDIA കാർഡ്സ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇതെന്ന് പറയുന്നത് AMD കാർഡ്സിലും വർക്ക് ചെയ്യും. അപ്പം ഇത് വർക്ക് ചെയ്യുന്ന ലേറ്റസ്റ്റ് ഗ്രാഫിക്സ് കാർഡ്സ് മാത്രമേ. അതാണ് ഒരു കാര്യം. അതുകൊണ്ട് നീ ഗ്രാഫിക്സ് കാർഡ് മേടിക്കൂ? ട്രൈ ചെയ്യാൻ. ഓക്കെ ഓക്കെ. നിങ്ങൾ അത് ആ പെർട്ടിക്കുലർ പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാഫിക്സ് കാർഡിനൊക്കെ ഒരു 2 lakhs. അതിന്റെ പേര് ഞാൻ മറന്നു. കോസ്റ്റ്ലി ലേണിംഗ്. എടാ നമ്മള് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മള് ക്ലൗഡ് ഉപയോഗിച്ച്, പക്ഷെ അതും കോസ്റ്റ്ലിയാണ്. ഓ ഓക്കെ. ലൈക്ക് ഇത്രയും കോസ്റ്റോ? 2 lakhs. പക്ഷെ അതും കോസ്റ്റ്ലിയാ. പിന്നെ ഞാനൊത്തു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കാം. അങ്ങനെ. ഓക്കെ ഓക്കെ. നിങ്ങൾ ആരെങ്കിലും ഡോട്ട ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് റിയൽ ടൈം സ്ട്രാറ്റജി അല്ലേ ഇഷ്ടമല്ല. ഈ ഡിഫറെന്റ് എന്തൊക്കെ ജോണർ ഓഫ് ഗെയിംസ് ആ ഉള്ളത് എനിക്കറിയത്തില്ല, നിങ്ങൾ എന്നെ പഠിപ്പിച്ചായിരുന്നു. എനിക്ക് ആകെപ്പാടെ മറ്റേ RPG, റോൾ പ്ലേയിങ് ഗെയിംസ്, പിന്നെ ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ, FPS. ഇത് ഇവിടെ എനിക്ക് ഇത് രണ്ടും എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ നമ്മുടെ റേസിംഗ്, ഫൈറ്റിംഗ്, പിന്നെ മറ്റേ നമ്മുടെ ഫിഫ പോലത്തെ ഗെയിംസ്, NBA പോലത്തെ സ്പോർട്സ്. ഓക്കെ. ഇതിനകത്തൊന്നും എനിക്കൊന്നും അറിയത്തില്ല. ഗുഡ് നോളജ്. RTS, റിയൽ ടൈം സ്ട്രാറ്റജി. ഡോട്ട ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ കളിക്കുന്നത്. ഈ റിയൽ ടൈം സ്ട്രാറ്റജിക്കകത്ത് ഡോട്ട എന്ന് പറഞ്ഞ ഗെയിം കുറേ നാളായിട്ടുള്ളതാ. അപ്പം പക്ഷേ അത് കളിക്കാൻ എന്തൊക്കെയോ കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. ഓ നീ പറയുന്നത് അപ്പം ഇത് സ്റ്റീപ്പ് ലേൺ, അത് ഞാനും വായിച്ചായിരുന്നു. ലൈക്ക് ഈ ഡോട്ടൊക്കെ വേൾഡ് ചാമ്പ്യൻഷിപ്പ്. ഞാനാണെങ്കിൽ മറ്റേ എനിക്കറിയത്തില്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് 1 year കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഡെലോയിറ്റ് ഓർ സം കമ്പനി പോസ്റ്റഡ് എ ജോബ് ഹയറിംഗ് whoever is like into games and whoever has played Dota അവർക്ക് ഡയറക്ട്ലി അപ്ലൈ ചെയ്യാം. ബിക്കോസ് അതിൻ്റെ റീസൺ എന്താ അവര് എൻകറേജ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി അവര് സ്ട്രാറ്റജി ഉള്ള ആൾക്കാരെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ വായിച്ചു ഈ ഗെയിംസ് ആക്ച്വലി നമ്മുടെ ക്വിക്ക് ഡിസിഷൻ മേക്കിങ്ങിനെ ഇംപ്രൂവ് ചെയ്യണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുക, അതൊരു ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഗെയിമാണ്. അപ്പം ലൈക്ക് നമ്മൾ ലൈക്ക് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കണ്ട. ലൈക്ക് നമ്മളൊരു സാധനം വന്നു, നമ്മളത് റിയാക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കണം. അപ്പോൾ അതെന്തോ ബ്രെയിൻ നല്ലതാണ് സ്റ്റഡി. ശരി, അതാ നിങ്ങൾ ഭയങ്കര ക്വിക്ക് ഡിസിഷൻ മേക്കേഴ്സ്. ശരി, ഞാൻ അത് മനസ്സിലായി. അപ്പം എന്തോ ഫേവറേറ്റ് ഇപ്പം ഇത്രയും നാളും കളിച്ചില്ല ഏറ്റവും ഫേവറേറ്റ് ഗെയിംസ് എന്തൊക്കെയാണ്? ലൈക്ക് വിച്ച് ഗിവ്സ് യു ഗുഡ് വൈബ്സ്? എനിക്ക് NBA എന്ന് പറയുന്ന ഗെയിം ഇഷ്ടമാണ്. ഞാൻ ബാസ്കറ്റ്ബോൾ എനിക്ക് ഇഷ്ടമുണ്ട്. ലൈക്ക് NBA എന്ന് പറയുന്ന ഗെയിം എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നീഡ് ഫോർ സ്പീഡ് മോസ്റ്റ് വാണ്ടഡ്, നേരത്തെ കളിച്ച ഗെയിമായിട്ട്. എനിക്കൊരു സ്റ്റോറി ബേസ്ഡ് ഗെയിം എന്ന് പറഞ്ഞപ്പോൾ ബയോഷോക്ക് ഇൻഫിനിറ്റ്. ഓ, പേര് തന്നെ ഭയങ്കര വിജിലംബിച്ച പേരാണല്ലോ. എന്താ സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നി. സ്പോയിൽ ചെയ്യുന്നില്ല, ട്വിസ്റ്റാണ്. കളിച്ചു തീർത്തു. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അത് ആക്ച്വലി ആ സീരീസ് 3rd ഗെയിം ആയിരുന്നു. എനിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഞാൻ ലൈക്ക് മറ്റേ പഴയ ഗെയിംസ് പോയി കളിച്ചു. എന്നാൽ ആ 3rd ഗെയിം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അല്ലല്ല, ഇത് ലൈക്ക് 2017. എനിക്ക് നമ്മള് അത്രേ ഉള്ളൂ. ഇപ്പം കളിക്കാറുണ്ടോ? ഇപ്പോ ഇല്ല, ഞാൻ കളിക്കാറില്ല. ഞാൻ റീസെന്റ് ആയിട്ട് ജസ്റ്റ് ഓ ഞാൻ കളിക്കാറുണ്ട് മൊബൈലിനകത്ത്. മറ്റേ ഇത് അയ്യോ കാർ പാർക്കിംഗ് ഗെയിം. കാർ പാർക്കിംഗ് ഗെയിം, യെസ്. അതെനിക്ക് തലേക്ക് പിടിച്ചു. അതിനകത്ത് ഇപ്പോൾ കുറേ ലെവൽസ് ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ കാറ് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യണം. വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യാം. അതാ, ഓ ശരിയാടാ, സിമുലേറ്റർ. എടാ ഞാൻ ഈ ഇടയ്ക്കാണ് ഈ സിം റേസിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കുറിച്ച് കേൾക്കുന്നത്. നമ്മളോർക്കും മറ്റേ സിമുലേറ്റർ റേസിംഗ് അല്ലേ, എന്നുവെച്ചാൽ സിമുലേറ്ററിനകത്ത് ഇരുന്ന് നമ്മള് F1-ഉം റാലിയും അത് കളിക്കണം. പക്ഷേ മാക്സ് വെസ്റ്റ്റാപ്പൻ എന്ന് പറഞ്ഞ ഫോർമുല ഡ്രൈവറിനെ അറിയത്തില്ല. പുള്ളി ലൈക്ക് ടോപ്പ് 3 സിം റേസറാ.
പക്ഷേ സിമുലേഷൻ പേരുണ്ടോ തന്നെ? ആ F1 ഞാൻ പേര് പറഞ്ഞു, ഐറാലിയോ അങ്ങനെ എന്തോ ഒരു പേര്. പക്ഷെ പുള്ളി ടോപ്പ് 3 സിം റേസറാണ്. അണ്ട് ആ സിം റേസിംഗ് നെറ്റ്ഫ്ലിക്സിനകത്ത് തോന്നുന്നൊരു ഇത് ഞാൻ ജസ്റ്റ് വായിച്ചതാ ഈ ഇടയ്ക്ക്. പക്ഷെ പുള്ളി Formula 1 ഡ്രൈവറോ ആക്ച്വൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പിന്നെ ഇത് കണ്ടുപിടിച്ചാൽ ഇത് ഡിസ്കവർ ചെയ്തിട്ട് ഞാൻ ചുമ്മാ യൂട്യൂബിൽ നോക്കിയപ്പം ഒരു സീരീസ് ആണ്. ഒരാള് 1 ഇയറിൽ സിം റേസിംഗ് ചെയ്ത് ലൈക് WRC ലൈക്ക് റാലി റിയൽ വേൾഡ് ഡ്രൈവിംഗ്. ഇത് ബേസിൽ ഒരു മൂവി ഉണ്ടെന്ന് തോന്നുന്നു. അതാ ഞാൻ പറഞ്ഞത് ലൈക്ക് ഇത് ഭയങ്കര പരിചയമുള്ളതാണ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണ്. അപ്പം ഒരു സിം റേസിംഗ് നീ അടുത്ത സിം റേസിംഗ് സെറ്റപ്പ് ചെയ്യാനാണോ? ഞാൻ എക്സൈറ്റഡ് ആണ്. അല്ല ഈയിടെ മറ്റേ WRC എന്ന ഗെയിം ഉണ്ട്. ഞാനത് ചുമ്മാ ജസ്റ്റ് ട്രൈ ചെയ്യാൻ, എന്റെ ജോയ്സ്റ്റിക് ഉണ്ട്. അപ്പം ജോയ്സ്റ്റിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞപ്പോഴേ ആക്ച്വലി ഈയിടെ ആർക്കേഡ് ഗെയിംസിൽ നമ്മൾ സാധാരണ ആർക്കേഡ് ഗെയിംസിൽ കുറച്ച് കൊച്ചു പിള്ളേരുടെ കാറില്ലേ, അപ്പൊ ഈ ഒരു ഇതില് ഇവരുടെ ടോപ്പ് ഫ്ലോർ മറ്റേ ഗോ കാർട്ടിംഗ് ആയിരുന്നു. താഴത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ലൈക്ക് ഇറ്റ്സ് എക്സ്പെൻസീവ്, പക്ഷെ എനിക്കൊരു ഫുൾ സിമുലേറ്റർ സെറ്റപ്പ് ആൻഡ് യു കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ ലൈക്ക് ബട്ട് യു ഗെറ്റ് ദ റിയൽ കാർസ്. സിം റേസിംഗിനും ലൈക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. ഓക്കെ കറക്റ്റ്. ഇതും നമുക്ക് ആക്ച്വേറ്റർ ഒക്കെ ഉണ്ട് മറ്റേ സീറ്റ് വെക്കുന്നത്. അപ്പൊ നമുക്ക് ആക്ച്വൽ റിയൽ ടൈം ഫീഡ്ബാക്ക് ഒക്കെ കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഗിയർ ഡൗൺ ചെയ്തു, അല്ല ഒരു അപ്പ് ഷിഫ്റ്റ് ചെയ്തു, നമ്മൾ റെവ് മാച്ച് ചെയ്തല്ല ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്ത്, അല്ല സോറി ഡൗൺ ഷിഫ്റ്റ് ചെയ്താന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ഫ്രണ്ടിലോട്ട് വരും. ലൈക്ക് ഓക്കെ, ആ സിമുലേഷൻസ് എനിക്ക് റിയൽ ടൈമിൽ ഫീൽ ചെയ്യാൻ പറ്റും. ആ സെറ്റപ്പ് കൊള്ളാമല്ലോ. KPനോട് നമുക്ക് പുഷ് ചെയ്യാം, സെറ്റപ്പ് ചെയ്യാൻ പറയാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം നമ്മൾ എക്സ്പെൻസീവ് എനിക്ക് പറ്റും. അതാ കറക്റ്റ്, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നിങ്ങൾക്കും എന്തെങ്കിലും ഗെയിംസ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞുതരാം. ഇവർ രണ്ടുപേരും കളിക്കും, ഞാനത് നോക്കിയിരിക്കും. ബട്ട് ഐ ഗെസ് ദിസ് വാസ് എക്സൈറ്റിംഗ് ഇനഫ്. ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസും നിങ്ങളുടെ സജഷൻസും ഒക്കെ ഞങ്ങളോട് പറയാം. ബാക്കിയുള്ള എപ്പിസോഡ്സ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഇതുവരെയും ഇറ്റ്സ് ഗോയിങ് ഗുഡ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിന് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയാം. സോ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ.